മുശ്രിക്കിന്റെ വാദം. അതുകൊണ്ട് നാഥനോട് ദുആ ചെയ്യാവൂ എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ പറഞ്ഞു അത് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ അംബിയായിനെയും ഔലിയായിനെയും ശുഹദായിനെയും സ്വാലിഹികളെയും അല്ലാത്തവരെയുമെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന പുതിയങ്ങാടി യാഹൂന്തങ്ങളെ പോലെയുള്ള CM വലിയുല്ലാഹിയെ പോലെയുള്ള വേങ്ങര കോയപ്പാപ്പയെ പോലെയുള്ള കൃത്യമായ ബുദ്ധി പോലുമില്ലാത്ത ആളുകളെപ്പോലും വിളിച്ചു പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഈ നാട്ടിലുണ്ടായപ്പോഴും അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാവൂ എന്ന് നാം പഠിപ്പിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര് പറഞ്ഞതെന്താ? ഞങ്ങളാരും പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങളാരും ദുആ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നത് ഇസ്തിഗാസ മാത്രമാണ്, സഹായാർത്ഥന മാത്രമാണ്, പ്രാർത്ഥന ഞങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന് മുസ്ലിയാക്കന്മാര് പറഞ്ഞു. ഇനി ഞങ്ങൾ ചെയ്യുന്ന പണിക്ക് നിങ്ങൾ പ്രാർത്ഥന പേരിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പണ്ട് എഴുതിയത് നബിയാവട്ടെ വലിയാകട്ടെ കല്ലാവട്ടെ മരമാവട്ടെ അവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന് ഒരു മുസ്ലിമും പറയുകയില്ല, അങ്ങനെ പറയാനും പാടില്ല എന്ന് അൽ ഖൗലുസ് സദീദ് എന്ന പുസ്തകത്തിൽ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതി വെച്ചു. കാലങ്ങൾ മാറി വന്നപ്പോൾ പിന്നെ വന്ന മുസ്ലിയാക്കന്മാര് പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നത് ഇസ്തിഗാസയാണ്, ആ ഇസ്തിഗാസക്ക് നിങ്ങൾ ദുആ എന്ന് പേരിടുന്നുവെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അതിനാണ് കാന്തപുരം മുസ്ലിയാർ പറഞ്ഞത് പ്ര എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്നാണ്, അർത്ഥന എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക എന്നാണ്, അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അലങ്കാരത്തോട് ആവശ്യപ്പെടുക എന്നാണ്. ഒരു കാര്യം അലങ്കാരത്തോട് ആവശ്യപ്പെട്ടാൽ അതെങ്ങനെ ദുആയാകും മൗലവി, അതെങ്ങനെ ശിർക്കാകും മൗലവി എന്നാണ് കാന്തപുരം മുസ്ലിയാർ ചോദിച്ചത്. അപ്പൊ കേവലം സഹായാർത്ഥനയെ ഞങ്ങൾ നിർവഹിക്കുന്നുള്ളൂ, ഞങ്ങൾ ദുആ ചെയ്യുന്നില്ല എന്ന വാദമാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു ഈ സഹായാർത്ഥന തന്നെയാണ് ദുആ, ഈ ഇസ്തിഗാസ തന്നെയാണ് പ്രാർത്ഥന. എന്തുകൊണ്ട്? അവിടെ നാം പ്രയോഗിച്ച ചില പദപ്രയോഗങ്ങളായിരുന്നു കാര്യകാരണ ബന്ധവും ഭൗതികം അഭൗതികവും ദൃശ്യം അദൃശ്യവും മറഞ്ഞ വഴിയും തെളിഞ്ഞ വഴിയുമൊക്കെ സമാനമായ മറ്റു പദപ്രയോഗങ്ങളും ആ രംഗത്താണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നത്. ഇതില്ലെങ്കിൽ നമുക്ക് ആ പദങ്ങളൊന്നും ആവശ്യമില്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാവും, ഏത് ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാകും. റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ പ്രാർത്ഥന എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അതൊരിക്കലും ഡോക്ടറെ മുമ്പ് പോയിട്ട് സുഖമില്ല ഡോക്ടറെ എന്ന് പറയുന്ന പറച്ചിലല്ല എന്ന് തിരിയാത്ത ആരാളുള്ളത്? പക്ഷെ ചില അതിബുദ്ധിമാന്മാരായ മുസ്ലിയാക്കന്മാർ ഒപ്പിച്ചു ഞങ്ങൾ ചെയ്ത ദുആയല്ല, ഇത് ഇസ്തിഗാസയാണ്. അവിടെ പഠിപ്പിക്കേണ്ടി വന്നു ഈ ഇസ്തിഗാസ തന്നെയാണ് ദുആ. ദുആഉം നിങ്ങൾ ഈ ഇസ്തിഗാസയും ഒന്നു തന്നെയാണ്. അതിന് നാം പറഞ്ഞ വിശദീകരണമായിരുന്നു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടാണോ ചോദിക്കുന്നത്, അതാണ് ദുആ. ഇലാഹാണെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അഭൗതികമായ വഴിയിൽ ഗുണമാശിക്കുകയോ ദോഷം ഭയക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അത് പ്രാർത്ഥന തന്നെ, അത് ദുആ തന്നെ. എന്താ ഈ അഭൗതികം, എന്താ ഈ കാര്യകാരണ ബന്ധം? അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച സംവിധാനമാണ് കാര്യകാരണ ബന്ധം. ഏതു കാര്യം നടക്കാനും അല്ലാഹു നിശ്ചയിച്ചൊരു കാരണം, ആ കാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കാര്യമുണ്ടാവുക. അതാണ് കാര്യകാരണ ബന്ധം. വിശപ്പ് മാറണോ ഭക്ഷണം കഴിക്കണം, ദാഹം ശമിക്കണോ വെള്ളം കുടിക്കണം, രോഗം സുഖപ്പെടണോ ചികിത്സിക്കണം, വിളവുണ്ടാകണോ കൃഷി ഇറക്കണം, സന്താനമുണ്ടാകണോ വിവാഹം കഴിക്കണം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. ഇതെല്ലാം കാര്യകാരണ ബന്ധമാണ്. വിവാഹം കഴിക്കാത്തൊരു മനുഷ്യൻ അയാൾ പ്രാർത്ഥിക്കുക റബ്ബേ സ്വാലിഹായ സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചാലോ അത് റബ്ബിനെ പരിഹസിക്കല, അത് റബ്ബിനെ പരിഹസിക്കല. അയാൾ ന്യായം പറയാ മറിയം ബീവിക്ക് അല്ലാഹ് കുട്ടിയെ കൊടുത്തല്ലോ വിവാഹം കഴിക്കാതെ തന്നെ, ലൈംഗിക ബന്ധമില്ലാതെ തന്നെ ഒരു കുട്ടിയെ കൊടുത്തല്ലോ, അതുകൊണ്ട് എനിക്കും എന്തുകൊണ്ട് പടച്ച റബ്ബിന് കുട്ടിയെ തന്നുകൂടാ എന്നയാൾ ന്യായം പറയുന്നുവെങ്കിൽ നാഥനെ പരിഹസിക്കലാണത്. മറിയം ബീവി കൊടുത്ത് കറാമത്താണ്, കറാമത്തിൽ കാര്യകാരണ ബന്ധമില്ല, മുഅ്ജിസത്തിൽ കാര്യകാരണ ബന്ധമില്ല. അതിനതീതമായി റഹ്മാനായ നാഥൻ
പ്രകടിപ്പിക്കുന്നതാണ് കറാമത്തും മുഅ്ജിസത്തും. അത് അംബിയാഇന്റെയും ഔലിയാഇന്റെയും കഴിവുമല്ല, അമ്പിയാക്കളുടെ കഴിവേ അല്ല, ഔലിയാഇന്റെ കഴിവേ അല്ല, സിദ്ധിയേ അല്ല. റബ്ബുദ്ദേശിക്കുമ്പോൾ റബ്ബുദ്ദേശിക്കുന്നതിലൂടെ റബ്ബുദ്ദേശിക്കുന്ന കാര്യം റബ്ബ് പ്രകടിപ്പിക്കുന്നു. അതാണ് മുഅ്ജിസത്തും കറാമത്തും. അതുകൊണ്ട് മറിയം ബീവിയുടെ കറാമത്ത് കണ്ട സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്താ? സൂറത്ത് ആലു ഇംറാനിൽ കാണാം, ഹുനാലിക ദഅ സക്കരിയ റബ്ബ. മറിയം ബീവിയുടെ മുമ്പിലേക്ക് സക്കരിയ അലൈഹി വസല്ലം കടന്നു വരുമ്പോഴെല്ലാം സുഭിക്ഷമായ ഭക്ഷണം കാണുന്നു. എവിടുന്നാണ് മറിയം ഈ ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. ഹുവ മിൻ ഇൻദില്ലാഹ്, ഈ ഭക്ഷണം റബ്ബിൽ നിന്നാണ്, അല്ലാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കണക്കുമില്ലാതെ അവൻ കൊടുക്കും. ഇത് കേട്ടപ്പോൾ സക്കരിയ നബി എന്താ ചെയ്തത്? ഇത്ര കറാമത്തുള്ള നിങ്ങൾ വേണ്ടായിട്ടാണോ ഞാനൊരു കുട്ടിയില്ലാതെ ഇടങ്ങാറാകുന്നത്? അതുകൊണ്ട് എനിക്കൊരു കുട്ടിയെ തരണേ എന്ന് മറിയമ്മിനോട് തേടുകയല്ല സക്കരിയ നബി ചെയ്തത്. മറിച്ച് സൂറത്ത് ആലി ഇംറാനിൽ തൊട്ടടുത്ത ആയത്തെന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ. അവിടെ വെച്ച് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, നാഥനോട് പ്രാർത്ഥിച്ചു, നാഥ, മറിയമ്മിന് ഈ രൂപത്തിൽ നൽകാൻ നിനക്കാകുമെങ്കിൽ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ നീ പ്രദാനം ചെയ്യണേ എന്ന അർത്ഥത്തിൽ സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. അപ്പൊ കറാമത്ത് കണ്ടവർ റബ്ബിലേക്കാണ് അടുത്തത്. കറാമത്ത് ആരിലൂടെ പ്രകടമായോ അവരിലേക്കല്ല അടുത്തത്. മുഅ്ജിസത്ത് കണ്ടവർ ആ മുഅ്ജിസത്തിലൂടെ റബ്ബിലേക്കാണ് അടുത്തത്. ആരിലൂടെയാണോ മുഅ്ജിസത്ത് വന്നത് അവരോട് പ്രാർത്ഥിക്കാനല്ല അവർ പഠിച്ചത്. കറാമത്തും മുഅ്ജിസത്തും കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണ്. അല്ലാതെ ലോകത്തോട് സൃഷ്ടി ചെയ്യുന്ന ഏത് കാര്യവും അതെല്ലാം കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അതുകൊണ്ട് ഏത് ജീവിയും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, ഏത് ജീവിയും വെള്ളം കുടിക്കുന്നു, ഏത് ജീവികളും ഇണ ചേരുന്നു, ഏത് ജീവികളും അസുഖമായി ചത്തുപോകുന്നു. കാര്യകാരണ ബന്ധം എല്ലാവർക്കും ബാധകം. ഈ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലെ ലോകത്ത് ഏത് സൃഷ്ടിയും പ്രവർത്തിക്കുകയുള്ളൂ. അതിനപ്പുറം പ്രവർത്തിക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ. മരുന്നില്ലാതെ ലോകം ശമിപ്പിക്കാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. ഏത് രംഗത്തും കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായി ഇടപെടാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. അതുകൊണ്ട് പ്രാർത്ഥന റബ്ബിനോട് മാത്രം. അതിനെയാണ് ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായ അവസ്ഥയാണ് അഭൗതികം എന്ന പദം കൊണ്ട് ഈ രംഗത്ത് നാം അർത്ഥമാക്കിയത്. അതാണ് അഭൗതികമായ കഴിവ് റബ്ബിന് മാത്രമേയുള്ളൂ എന്ന് കാലമിത്രയും നാം പഠിപ്പിച്ചത്. ബഹുമാന്യനായ കുഞ്ഞീദ് മദനി അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകത്തിന്റെ 12ാമത്തെ പേജിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു, അഭൗതികമായ കഴിവ് റഹ്മാനായ റബ്ബിന് മാത്രമേയുള്ളൂ. എന്നാൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അല്ലാഹുവിന് മാത്രമേയുള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. ഒരു പടപ്പിനും ആ കഴിവില്ല. ഏത് സൃഷ്ടിക്കും അഭൗതികമായ കഴിവില്ല. പക്ഷേ കഴിവുണ്ട് എന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു പലരെയും കുറിച്ച്. ചിലര് പറയുന്നു, ജാണത്ത് പോയി പ്രാർത്ഥിച്ചാൽ എന്റെ രോഗത്തിന് ശമനം കിട്ടുന്നുണ്ട്. ഇയാൾ വിശ്വസിക്കുന്നു ഈ രോഗം ശമിപ്പിച്ചത് ജാണത്ത് തങ്ങളാണെന്ന്. എന്നാൽ ഇയാൾക്ക് രോഗമുള്ളതോ, ഇയാൾ ജാണത്തിൽ വന്നതോ, ഇയാൾ തേടിയതോ, ഇപ്പോൾ രോഗം സുഖപ്പെട്ടതോ ജാണത്തിലെ തങ്ങള് അറിഞ്ഞിട്ടേ ഇല്ല. അതിവന്റെ കേവല വിശ്വാസം മാത്രം തങ്ങളാണ് ഇതെല്ലാം പരിഹരിച്ചതെന്ന്. മറ്റു കേന്ദ്രങ്ങളിൽ ചെന്ന് ദൈവേത ശക്തികൾക്ക് മുമ്പിൽ നേർച്ചയും വഴിപാടും പൂജയും പ്രാർത്ഥനയും അർപ്പിക്കുന്ന ഹൈന്ദവരും ക്രൈസ്തവരും അവരെ വിശ്വസിക്കുന്നു, യേശുവോട് തേടിയിട്ടാണ് എന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്.
പല ദേവന്മാരെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എന്റെ പ്രശ്നം പരിഹൃതമായത്. യഥാർത്ഥത്തിൽ കോടാനുകോടി ക്രിസ്ത്യാനികൾ ഈസാ നബിയോട് പ്രാർത്ഥിക്കുന്നുവെങ്കിലും ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന കാര്യം പോലും അറിയുന്നില്ല എന്നാണ് ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പരിചയപ്പെടുത്തിയത്. കാരണം അഭൗതികമായ കേൾവി അവർക്കാർക്കുമില്ല, അഭൗതികമായ കാഴ്ച അവർക്കാർക്കുമില്ല, അഭൗതികമായ കഴിവ് അവർക്കാർക്കുമില്ല. ഒരു പടപ്പിനുമില്ല, മനുഷ്യനുമില്ല, മൃഗങ്ങൾക്കുമില്ല, പക്ഷികൾക്കുമില്ല, ജിന്നുകൾക്കുമില്ല, മലക്കുകൾക്കുമില്ല. ഓരോരുത്തന്റെയും ഒരു സൃഷ്ടിയുടെയും കഴിവ് അഭൗതികമല്ല, അഭൗതികമായ കഴിവില്ല. എന്നാൽ ഈ വേർതിരിവ് മനസ്സിലാക്കാതെയോ മനസ്സിലായില്ലെന്ന് അഭിനയിച്ചോ എന്നറിയില്ല പല ആളുകളും പലരുടെയും മേൽ ശിർക്കാരോപിക്കാൻ വേണ്ടി ജിന്നിനെയും മലക്കിനെയും അഭൗതിക പട്ടികയിലേക്ക് ചേർത്തു. അവരുടെ കാഴ്ചയും കേൾവിയുമെല്ലാം അഭൗതികമാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അതുകൊണ്ട് ആ ജിന്നിനോട് ഒരാൾ മിണ്ടിയാൽ തന്നെ ആ മിണ്ടല് പോലും ശിർക്കായി പോയി. എന്ത് ചോദിച്ചാലും എന്തു പറഞ്ഞാലും അതെല്ലാം ശിർക്കായി മാറും എന്ന് ദുരുദ്ദേശപരമായി ചിലർ പറയാൻ ആരംഭിച്ചു. അവിടെയാണ് യാ ഇബാദല്ലാഹ് വീണ്ടും ചർച്ച വന്നത്. ലോകത്ത് യാ ഇബാദല്ലാഹ് ആദ്യമായി ചർച്ചയാക്കിയത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവന്വേഷിക്കുന്ന ഖുബൂരികൾ തന്നെയാണ്. അഭൗതികമായി റബ്ബിനോട് ചോദിക്കാവൂ എന്ന്, കാര്യകാരണ ബന്ധങ്ങൾക്കധീനമായ ചോദ്യങ്ങളെല്ലാം പ്രാർത്ഥനയാണെന്ന്, അതുകൊണ്ട് ആ പ്രാർത്ഥന റബ്ബിനോട് ആകാവൂ എന്ന് മുസ്ലിം ലോകം പഠിപ്പിച്ചു ഇത്തരം ആളുകളെ. എന്നാൽ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇസ്തിഗാസവാദികൾ അവര് വാദിച്ചു, ഇത് നിങ്ങൾ കൊണ്ടുവന്ന പുത്തൻ നയമാണ്, അഭൗതികമായത് റബ്ബിനോട് മാത്രം ചോദിക്കുക എന്നൊരു സിസ്റ്റം അല്ലാഹു റസൂലോ പഠിപ്പിച്ചിട്ടില്ല. ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ആരോടും ചോദിക്കാം, എന്തിനും ചോദിക്കാം. സ്വർഗം കിട്ടാനും തേടാം, നരകത്തിൽ രക്ഷപ്പെടാനും തേടാം, ഈമാനോടെ മരിപ്പിക്കാനും തേടാം, ഹിദായത്തിനു വേണ്ടിയും തേടാം. അതാണല്ലോ ഖുതുബിയത്തിലൂടെ മുഹീദ്ദീൻ ശൈഖിനോട് ഹിദായത്തിനെ ചോദിച്ചത്. ബസ്റുൽ ഫുആദി സിറാത്തുൻ അൻത സാലികഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു. ശൈഖേ, താങ്കളെല്ലാം പ്രവേശിച്ച ആ നേരായ വഴിയിലേക്ക് എന്റെ ഖൽബിന്, എന്റെ മനസ്സിന് താങ്കൾ വഴി കാണിക്കണേ ശൈഖേ എന്ന് ഖുതുബിയത്തിലൂടെ തേടുന്നു. മങ്കൂസ് മൗലീദിലൂടെ ارتكبت على الخطا غير حصر وعدد لك اشكو فيه يا سيدي خير النبي. പാപം പൊറുക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. ശറഫ് അലാ മൗലീദിലൂടെ അബ്ദുൽ മിസ്കീൻ യർജു ഫദ്ലകൽ ജമ്മൽ വഫീർ ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീർ. നബിയെ, അങ്ങയുടെ മിസ്കീനായ സാധുവായ അടിമയാണ് ഞാൻ, അതിനാൽ സഹായിക്കണേ നബിയെ, നരകത്തിൽ നിന്ന് മോചനം നൽകണേ നബിയെ എന്ന് ശറഫ് അലാ മൗലീദിലൂടെയും തേടിക്കൊണ്ടിരിക്കുന്നു. എന്താ സമസ്തക്കാല ന്യായം? അവൻ പറഞ്ഞത് ഈ തേട്ടങ്ങളൊന്നും ദുആ അല്ല, ഈ തേട്ടങ്ങളൊന്നും പ്രാർത്ഥനയല്ല, ഇതൊന്നും അഭൗതികമെന്നോ കാര്യകാരണ ബന്ധമെന്നോ ന്യായം പറഞ്ഞ് പ്രാർത്ഥനയാക്കാവതല്ല. ഒരു വിളി പ്രാർത്ഥനയാകണോ എങ്കിൽ ആ വിളിക്കപ്പെടുന്നവൻ ഇലാഹാണെന്ന് വിശ്വസിക്കണം, സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. അപ്പോഴേ ഒരു വിളി പ്രാർത്ഥനയാകൂ, അല്ലെങ്കിൽ പ്രാർത്ഥനയാവില്ല എന്ന പുത്തൻ ന്യായം അവര് കൊണ്ടുവന്നു. ലോകത്താദ്യമായി ആ വാദവുമായി വന്നത് സുബ്കി എന്ന് പറയുന്ന അശ്അരി പണ്ഡിതനാണ്. സുബ്കി എന്ന് പറയുന്ന അശ്അരി പണ്ഡിതൻ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിൽ ജീവിച്ച സുബ്കി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹമാണ് ലോകത്താദ്യമായി ഇസ്തിഗാസ എന്ന പേരിട്ടിട്ട് ഇസ്തിഗാസയും തശഫ്ഫുഉം തവസ്സുലുമെല്ലാം പറ്റുമെന്ന ന്യായം പറഞ്ഞിട്ട് ഈ ദുആഇനെ ഇസ്തിഗാസയായി മാറ്റിമറിച്ചത് ലോകത്താദ്യമായി സുബ്കിയാണ്. ഇബ്നു തൈമിയ്യ റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന്, ഈ ഇസ്തിഗാസയും ദുആയാണെന്ന്, അതുകൊണ്ട് ശിർക്കാണെന്ന് പഠിപ്പിക്കാൻ ഇറങ്ങിയപ്പോൾ ആ ഇബ്നു തൈമിയ്യയെ ഗണ്ണിച്ചുകൊണ്ട് സുബ്കി ഈ വാദവുമായി രംഗത്ത് വന്നു.
എന്നിട്ട് അവസാനം അവർ കണ്ടെത്തിയ ഒരു പുതിയ വഴിയായിരുന്നു ഇസ്തിഗാസ ശിർക്കാണ് എന്ന് ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ലോകത്ത് ആരാ പറഞ്ഞത് എന്ന ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുക. ഏതുപോലെ 630 മരിച്ച മുളഫർ രാജാവ് നബിദിനാഘോഷമുണ്ടാക്കി. ഈ നബിദിനാഘോഷം അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, അബൂ ഹനീഫ ഇമാമിന് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പരിചയമില്ല, റിഫായി ശൈഖിന് പരിചയമില്ല എന്ന് നാം പറഞ്ഞപ്പോൾ തിരിച്ചൊരു ചോദ്യം ഇങ്ങോട്ട്, ഈ നബിദിനാഘോഷം പാടില്ല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടോ? പാടില്ല എന്ന് സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ടോ? പാടില്ല എന്ന് ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ? പാടില്ല എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവില്ലല്ലോ. എന്തുകൊണ്ട്? അവിടെയൊന്നും കാലഘട്ടങ്ങളിൽ അത്തരമൊരു ആഘോഷമേ ഇല്ല. അവരെ കാലത്ത് അത്തരമൊരു ആഘോഷമേ ഇല്ല. അതുകൊണ്ട് പാടില്ലെന്ന് പറയേണ്ട കാര്യവുമില്ല. 630 മരിച്ച മുളഫർ രാജാവ് കൊണ്ടുവന്നു. അപ്പൊ സ്വാഭാവികമായും പണ്ഡിതന്മാർ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഇത് പാടില്ല എന്ന്. എന്നതുപോലെ ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ലോകത്താരാണ് ഈ ഇസ്തിഗാസ ശിർക്ക് എന്ന് പറഞ്ഞത് എന്ന ചോദ്യം അപ്രസക്തമാണ്. കാരണം ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിലാണ് ഇസ്തിഗാസ പറ്റുമെന്ന വാദം വന്നത്. അതിനു മുമ്പ് ലോകത്തെവിടെയും ഇസ്തിഗാസ ജായിസ് എന്ന വാദം കേട്ടിട്ടില്ല. ഇബ്നു തൈമിയ്യയുടെ കാലത്ത് ജീവിച്ച സുബ്കി എന്ന പണ്ഡിതൻ കൊണ്ടുവന്ന പുത്തൻ വാദമായിരുന്നു ഇസ്തിഗാസ റബ്ബല്ലാത്തോട് ചെയ്യാം, അത് ദുആ ആകുന്നില്ല. അപ്പോൾ ശൈഖുൽ ഇസ്ലാമിന് മുമ്പ് ലോകത്താര ശിർക്ക് എന്ന് പറഞ്ഞത് എന്ന ചോദ്യത്തിന് സലഫികൾ ചോദിച്ച മറുചോദ്യമായിരുന്നു സുബ്കിക്ക് മുമ്പ് ലോകത്താര ഇസ്തിഗാസ പറ്റുമെന്ന് പറഞ്ഞത്. സുബ്കിക്ക് മുമ്പ് ലോകത്താര ഇസ്തിഗാസ പറ്റുമെന്ന് പറഞ്ഞത് ഒരാളെയും കാണിക്കാൻ കുറെ കാലം അവർക്ക് സാധിച്ചില്ല. അവർ ഗവേഷണങ്ങൾ നടത്തി, തെളിവുണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ പല ആയത്തുകളും പല ഹദീസുകളും കൊണ്ടുവന്നു. എന്തിന്? അഭൗതികമായ വിളി, അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്, താബിഈകൾ ചെയ്തിട്ടുണ്ട്, ഇമാമുമാർ ചെയ്തിട്ടുണ്ട്. സുബ്കി കൊണ്ടുവന്ന പുത്തൻ വാദമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ പലതുമായും വന്നു. വന്നതിനെയെല്ലാം കൃത്യമായ മറുപടി സലഫി ലോകം നൽകുകയും ചെയ്തു. അവര് കൊണ്ടുവന്ന തെളിവാണല്ലോ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന ആയത്ത്. കൊട്ടപ്പുറം സംഭവത്തിൽ കാന്തപുരം മുസ്ലിയാർ ഓതി പരസ്യവേദിയിൽ വെച്ച് ആദ്യമായിട്ട് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട അമ്പിയാക്കളോട് മുർസലീങ്ങളോട് ചോദിക്കൂ നബിയേ എന്ന് ഖുർആൻ പറയുന്നുവല്ലോ. ഈ ചോദ്യം അഭൗതികമല്ലേ? ഈ ചോദ്യം കാര്യകാലത്തിനപ്പുറത്തല്ലേ? അതുകൊണ്ട് ഒന്നുകിൽ ഈ ചോദ്യത്തിലൂടെ നബിയും ശിർക്ക് ചെയ്തുവെന്ന് നിങ്ങൾ സമ്മതിക്കണം, അതല്ലെങ്കിൽ അഭൗതികമായ വിളി ശിർക്കല്ല എന്ന് നിങ്ങൾ സമ്മതിക്കണം. എന്തേ നമ്മൾ പറഞ്ഞത്? അങ്ങനെ ആയത്തില്ല എന്ന് പറഞ്ഞോ? ആയത്തില്ല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെയോ ആയത്തുണ്ട്. സൂറത്തുൽ സുഖ്റുഫിലാണ് ആ വചനം. പക്ഷേ ഈ ആയത്തിൽ പറഞ്ഞ ചോദ്യം അഭൗതികമായ ചോദ്യമല്ല, കാര്യകാല ബന്ധത്തിനപ്പുറമുള്ള ചോദ്യമല്ല. ഇത് കേവലം പരസ്പരമുള്ള കാര്യകാല ബന്ധത്തിനുള്ളിൽപ്പെട്ട ചോദ്യം മാത്രം. കാരണം ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം, ഒന്നുകിൽ മിഅ്റാജിന്റെ രാത്രിയിൽ അമ്പിയാക്കളെയെല്ലാം നബിതങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെട്ട് അവർക്ക് ഇമാമായി നിസ്കരിച്ച് ആ സമയത്ത് നമസ്കാര ശേഷമാണ് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് പറഞ്ഞത്, ഇതാ പ്രവാചകരെ, കഴിഞ്ഞുപോയ അമ്പിയാക്കൾ ചോദിച്ചു നോക്കൂ, അവരോട് ആരോടെങ്കിലും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ നാം നിശ്ചയിച്ചിരുന്നുവോ എന്ന് ചോദിക്കൂ നബിയെ എന്ന് പറഞ്ഞിടത്താണ് ഈ വചനം. അല്ലെങ്കിൽ കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ സമുദായങ്ങളിലാ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമുദായങ്ങളോട് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ആരുടെങ്കിലും വേദഗ്രന്ഥത്തിൽ പറഞ്ഞുവോ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ? അതുകൊണ്ട് രണ്ടർത്ഥത്തിലാണെങ്കിലും ഈ ചോദ്യം അഭൗതികമല്ല, ഈ ചോദ്യം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. അതിനാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ചോദ്യത്തിന് ഈ ആയത്ത് തെളിവല്ല. അതോടുകൂടി ആയത്ത് അവർ വിടേണ്ടി വന്നു. പിന്നെ വാദപ്രതിവാദങ്ങളിൽ കാര്യമായി നാം അത് കേട്ടിട്ടില്ല. ഈ കഥയൊന്നും അറിയാത്ത ഏതെങ്കിലൊക്കെ മുസ്ലിയാക്കന്മാർ എവിടെങ്കിലൊക്കെ ഓതുന്നുണ്ടാകുമെന്നല്ലാതെ പിന്നെ കാര്യമായി നമ്മളത് അങ്ങനെ കേട്ടിട്ടില്ല അവരെ വായിൽ നിന്ന്.
അതുപോലെ കൊണ്ടുവന്നു. ഉൻദുർന എന്ന ആയത്ത് കോട്ടക്ക സംവാദത്തിൽ എന്തിനാ കൊണ്ടുവന്നത്? നബിയോട് ഉൻദുർന എന്ന് പറയാൻ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അപ്പോൾ നബിയോട് നാം ഉൻദുർന എന്ന് പറഞ്ഞാൽ അത് അഭൗതികമായ പറച്ചിലല്ലേ? അത് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമല്ലേ? നിങ്ങളല്ലേ പറഞ്ഞു അഭൗതികമായ ചോദ്യം ദുആയാണെന്ന്, അഭൗതികമായ ചോദ്യം ശിർക്കാണെന്ന്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്നു അഭൗതികമായി ചോദിക്കാൻ. എന്തേ നമ്മൾ പറഞ്ഞു കൊടുത്തത്? ഈ ആയത്തില്ല എന്നാണോ? അല്ല, സൂറത്ത് ബഖറയിൽ 104-ാമത്തെ ആയത്താണ്. പക്ഷേ ഈ ആയത്തിൽ പറഞ്ഞ ഉൻദുർന അഭൗതികമായ നിലക്കുള്ള പറച്ചിലല്ല, അഭൗതികമായ ചോദ്യമല്ല. നബി തങ്ങളെ സദസ്സിൽ വന്നിരുന്ന് ക്ലാസ് കേൾക്കുന്ന ആളുകൾ ആ ക്ലാസ്സിൽ ചില ഭാഗങ്ങൾ കേൾക്കാതെ പോകുമ്പോൾ റസൂലിനോട് ഒന്നുകൂടെ പറയൂ നബിയെ, ഒന്നുകൂടെ ആവർത്തിക്കൂ നബിയെ, ഞങ്ങളുടെ കാര്യം പരിഗണിക്കൂ നബിയെ എന്ന് പറയാൻ റാഇന എന്ന പദം ഉപയോഗിച്ചപ്പോൾ നിങ്ങൾ റാഇന എന്ന പദം പ്രയോഗിക്കല്ല, അത് ദ്വയാർത്ഥമുണ്ട്. ആ പദം ഉപേക്ഷിച്ച് പകരം ഉൻദുർന എന്ന് പറയണേ എന്ന് മര്യാദ പഠിപ്പിച്ചതാണ്. ഇതൊരിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ചോദ്യമല്ല. ഈ മറുപടി പറയുന്നിടത്തോ അവർക്ക് തെളിവല്ലാതായി മാറി. ഒരുത്തം പറയാ ഉൻദുർന എന്ന ചോദ്യം അഭൗതികം തന്നെയാണ്, അത് ശിർക്ക് തന്നെയാണ് എന്ന് പറഞ്ഞാലോ മുസ്ലിയാക്കന്മാർക്ക് സന്തോഷായി. സമാനമായി പല ഹദീസുകളും കൊണ്ടുവന്ന ഹദീസുകളെ മൊത്തത്തിൽ 3 തരത്തിൽ നമുക്ക് കാണാം. ഒന്ന് സ്വഹീഹായ ഹദീസ്. സ്വഹീഹായ ഹദീസ് ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്, പക്ഷേ വിഷയവുമായി ബന്ധമുണ്ടാവില്ല. ഹദീസ് സ്വഹീഹാണ്, പക്ഷേ വിഷയവുമായി ബന്ധമില്ല, ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവരും. അപ്പൊ നമ്മൾ പറയും ഹദീസ് സ്വഹീഹാണ്, ബുഖാരി മുസ്ലിമിലൊക്കെ ഉണ്ട്, പക്ഷേ അഭൗതിക വിളിക്ക് തെളിവല്ല, ഇസ്തിഗാസക്ക് തെളിവല്ല. രണ്ടാമതൊരു കൊണ്ടുവരുന്ന ഹദീസ് ദുർബലമായ ഹദീസ്, സ്വഹീഹല്ലാത്ത ഹദീസ്, പക്ഷെ വിഷയവുമായി ബന്ധമുണ്ട്. അവിടെ നമ്മൾ പറയും ഇത് ദഈഫാണ്. വിഷയവുമായി ബന്ധമുണ്ട്, പക്ഷെ ദഈഫാണ്, സ്വീകാര്യോഗ്യമല്ല. ഏതുപോലെ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ മുഹമ്മദ് നബിയുടെ ഹക്ക് ജാഹ് കൊണ്ട് തേടി എന്ന് പറയുന്ന ഹദീസ് അവർ കൊണ്ടുവരും. നമ്മൾ എന്തു പറയും? ഹദീസ് ദഈഫാണ്. അവിടെ സ്വഹീഹ് ആണെങ്കിൽ എന്ന് പറയാറില്ല. എന്തുകൊണ്ട്? അത് സ്വഹീഹ് ആണെങ്കിൽ സ്വീകാര്യോഗ്യമാണ്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തേടിയെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചാൽ നമുക്കും അത് ചെയ്യാമല്ലോ, പക്ഷേ പഠിപ്പിച്ചിട്ടില്ല, സ്വഹീഹല്ല, അതുകൊണ്ട് ദഈഫാണെന്ന് സ്ഥാപിച്ചു കൊടുക്കും. അവിടെ സ്വഹീഹാണെങ്കിൽ തന്നെ എന്ന് പറയില്ല. മൂന്നാമത് കൊണ്ടുവന്ന ഹദീസ് ദുർബലമാണ്, വിഷയവുമായി ബന്ധവുമില്ല. ദഈഫാണ്, വിഷയവുമായി ബന്ധമില്ല. അപ്പൊ നമ്മൾ പറയും ഇത് ദുർബലമാണ്, സ്വഹീഹായിട്ടും കാര്യമില്ല. അതാണ് യാ ഇബാദല്ലാഹ് എന്ന റിപ്പോർട്ട്. അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന റിപ്പോർട്ട് കണ്ടപ്പോൾ മുസ്ലിയാക്കന്മാർ മനസ്സിലാക്കി ഇത് അമ്പിയാക്കന്മാരോട് തേടാൻ തെളിവാണ്. വിജനപ്രദേശത്ത് നിങ്ങൾ ഒറ്റപ്പെടുകയും നിങ്ങളുടെ യാത്രാമൃഗം ചാടിപ്പോവുകയും ചെയ്താൽ അള്ളാഹുവിന്റെ അടിമകളെ അത് തടഞ്ഞു വെക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. കാരണം ഭൂമിയിൽ ഹാജരായ ചില അടിമകൾ അള്ളാഹുവിനുണ്ട്, അവർ അതിനെ തടഞ്ഞു വെക്കും. അതാണ് റിപ്പോർട്ട്. ദുർബലമാണ്, ദഈഫാണ്. രണ്ടാമതൊന്ന് വന്നത് മരുഭൂമിയിൽ വെച്ച് വഴിതെറ്റുകയോ ഒരു ആവശ്യം നേടുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. തീർച്ചയായും നാം കാണാത്ത അടിമകൾ അള്ളാഹുവിനുണ്ട്. ഇതാ രണ്ടാമത്തെ റിപ്പോർട്ട്. ഈ 2 റിപ്പോർട്ടിൽ പറഞ്ഞ ഈ പദപ്രയോഗങ്ങൾ, ഒന്ന് നാം കാണാത്ത അടിമയുണ്ട് റബ്ബിന്, 2 ഹാജരായ അടിമയുണ്ട്, അവർ മൃഗത്തെ പിടിച്ചു വെക്കും. ഈ 2 പ്രയോഗത്തിൽ നിന്ന് സമസ്തക്കാര് ദുർവ്യാഖ്യാനിച്ചുണ്ടാക്കി ഹാജരായ അടിമ, നാം കാണാത്ത അടിമ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഹാജരായിട്ടും നമ്മൾ കാണാത്തവർ അതാരാ? അത് അമ്പിയാക്കന്മാർ, ആത്മാക്കൾ എന്ന് അവരാണ്ട് വ്യാഖ്യാനിച്ചു. ഹാജരായാലും നമ്മൾ കാണാത്തവർ അത് അമ്പിയാവിന്റെ ആത്മാക്കളാണ്.
അവരിവിടെ ഹാജരായാലും നമ്മൾ കാണൂല. അതുകൊണ്ടാണല്ലോ ഖുറാഫിയുടെ വിശ്വാസപ്രകാരം കുത്തുബിയത്തിലെ മുഹീദ്ദീൻ ഷെയ്ഖ് വന്ന് പൊടിയിൽ ചവിട്ടിപ്പോയാലും ഷെയ്ഖിനെ കാണൂല. എന്താ കാരണം? റിജാദുൽ ഗൈബാണ്, അദൃശ്യ പുരുഷന്മാരാണ്. ആ ഔലിയാക്കളാണ് ഈ ഹദീസിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വിളി അഭൗതികം തന്നെയാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. എന്നാലും ശിർക്കല്ല, കാരണം വിളിക്കാൻ പറഞ്ഞല്ലോ എന്ന്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് രണ്ടു മറുപടി. ഒന്ന്, ദുർബലമാണ്, ലഈഫാണ്, സ്വീകാര്യയോഗ്യമല്ല. നമ്മളെ സംബന്ധിച്ച് അത്ര ആവശ്യമുള്ളൂ, പിന്നെ വർത്താനം വേണ്ട. ലഈഫാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, നമുക്ക് പിന്നെ തെളിവല്ല. പക്ഷെ സ്വഹീം ലഈഫും വേർതിരിക്കാത്തൊരു ഖൗം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അവരോട് എന്ത് പറയും? നീ ലഈഫാണ് തെളിവല്ല, നീ സ്വഹീഹാണെന്ന് വിചാരിക്കുക, എന്നാലും കാര്യമില്ല. സ്വഹീഹായിട്ടും കാര്യമില്ല. കാരണം എന്താ? ഇത് സ്വഹീഹാണെങ്കിലും അമ്പിയാനെയും ഔലിയാനെയും വിളിക്കാൻ തെളിവല്ല. ഇവിടെ പറഞ്ഞ അടിമകൾ അമ്പിയാക്കളും ഔലിയാക്കളുമല്ല. ഹാജരായ അടിമ, നാം കാണാത്ത അടിമ എന്ന് പറഞ്ഞത് അമ്പിയാക്കളെ ഉദ്ദേശിച്ചല്ല, ഔലിയാക്കളെ ഉദ്ദേശിച്ചല്ല, മനുഷ്യന്മാരെ തന്നെയും ഉദ്ദേശിച്ചല്ല. കാരണം മനുഷ്യരാണെങ്കിൽ ഹാജരായ കാണുമല്ലോ, ഇത് മനുഷ്യന്മാരെ അല്ല. അപ്പൊ ചോദ്യം, എങ്കിൽ പിന്നെ ആരാണ്? മനുഷ്യനല്ലെങ്കിൽ, അമ്പിയാക്കളല്ലെങ്കിൽ പിന്നെ ആരാണ് ഈ അടിമകൾ? അവിടെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വല്ല ജിന്നുകളോ വല്ല മലക്കുകളോ, അത് രണ്ടുമല്ലാത്ത വല്ല പടപ്പുകളോ ആരെങ്കിലൊക്കെ ഉണ്ടാകാം എന്നേ സ്വഹീഹാണെങ്കിൽ തന്നെയുള്ളൂ. പക്ഷെ സ്വഹീഹല്ല. ഇവിടെയാണ് നമുക്ക് ഈ മറുപടി പറയേണ്ടി വന്നത്. ദുർബലമാണ്, സ്വീകാര്യയോഗ്യമാണെങ്കിലും തെളിവല്ല. ഇതുപോലെ സാധാരണ നമ്മൾ പറയുന്ന നമ്മളെ ഉദാഹരണം ഉണ്ടല്ലോ, ചത്തപോത്ത്. അതന്നെ ഏറ്റവും ഫിറ്റ്. ഒരു പോത്തിനെ പേപ്പട്ടി കടിച്ച് ആ പോത്ത് ചാകാൻ കിടക്കുക. ഇതൊന്നും അറിയാത്തൊരു സുന്നി മുസ്ലിയാര് മൂപ്പര് കത്തിയെടുത്ത് ഓടി വരിക, ആ പോത്തതാ പെടയുന്നു, ബിസ്മിൻ ചൊല്ലി ഇപ്പൊ അറുത്താൽ നമുക്കത് ഭക്ഷിക്കാം, അല്ലെങ്കിൽ അതിന്റെ മാംസം എടുത്ത് കുറുമ വെക്കാം എന്നാ മൂപ്പരെ കണ്ടുപിടുത്തം. മൂപ്പര് ഓടി വന്നപ്പോ വേറൊരാള് പറഞ്ഞു, ഉസ്താദെ ആ പോത്ത് ചത്തിട്ടുണ്ട്, അതിനെ കുറുമ വെക്കാൻ പറ്റൂല. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇല്ല ചത്തിട്ടില്ല, കയ്യും കാലും അനക്കുന്നത് ഞാൻ ഇപ്പൊ കണ്ടതാ, അവിടെ ചത്തിട്ടില്ല. അല്ല ഉസ്താദെ, ശേഷം ചത്തു. ഇപ്പൊ ചത്തോ ചത്തിയിലെ തർക്കം. അപ്പൊ മൂന്നാമതെടുത്ത പറഞ്ഞു, ഉസ്താദെ ആ പോത്ത് ചത്തു കഴിഞ്ഞു, ഇനി ചത്തിട്ടില്ല, ജീവണ്ട് വിചാരിക്ക, എന്നാലും ഇത് കുറുമ വെക്കാൻ പറ്റൂല. കാരണം പേപ്പട്ടി കടിച്ചതാണ്. അതാണ് യാ ഇബാദല്ലാഹ്. ലഈഫാണ്, സ്വഹീഹല്ല. നീ സ്വഹീഹാണ് സങ്കല്പിക്ക, എന്നാലും കാര്യമില്ല. അതാണ് ഇപ്പൊ എന്തായത്? ജിന്നിനെ വിളിക്കാൻ പറയുന്നോ എന്നാക്കി മാറ്റിയത്. 2 ആഴ്ച മുമ്പ് വിചിന്തനം വാരികയിൽ ഒരു വലിയ ചോദ്യമുണ്ട്. റസൂലോ സഹാബത്തോ ആരെങ്കിലും ലഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്തിട്ടുണ്ടോ? റസൂലോ സഹാബത്തോ ലഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്തിട്ടുണ്ടോ? നമ്മ മൂപ്പര് എന്താ അറിയോ, ഒരു ഹദീസ് ഇങ്ങനെ കൊണ്ട് റസൂലെ ഇത് സ്വഹീഹ ലഈഫ, എടാ അത് അൽബാനിയോട് ചോദിച്ചു നോക്ക്. അപ്പൊ അൽബാനി പറഞ്ഞു, നബി അത് ലഈഫാണല്ലോ, എന്നാ വേണ്ട ഒഴിവാക്കിക്കാള് എന്നാണ് ഈ എഴുതിയോ മനസ്സിലാക്കിയത്. വല്ല കാര്യത്തിൽ വിചിന്തനം മാറി വന്ന ചോദ്യ. റസൂലോ സഹാബത്തോ ലഈഫ ഹദീസ് അമൽ ചെയ്ത റസൂലാണ് കാര്യത്തിൽ ലഈഫ ഹദീസ് എന്താ കൂട്ടരെ? ഹദീസ് എന്ന് പറഞ്ഞത് റസൂല് പറഞ്ഞതല്ലേ? അന്ന് ലഈഫുണ്ടോ? പിൽക്കാലത്ത് വ്യാജമായി പലരും കടത്തിക്കൂട്ടിയപ്പോഴല്ലേ സനദ് പരിശോധിക്കലും സനദ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടായത്. റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹിനെ മുടി കൊണ്ടുവന്നാൽ ആരെങ്കിലും ചോദിക്കോ അനസ്ഉല്ലാഹിനോട്, ഈ മുടിക്ക് സനദ് എവിടേക്കോ? ഇല്ലല്ലോ. അപ്പ കാന്തപുരം മുസ്ലിയാർ കൊണ്ടുവന്നപ്പോഴോ നമ്മൾ ചോദിച്ചു സനദ് എവിടെ? കാരണം മൂപ്പരിക്കാൻ സനദില്ല, അപ്പൊ മൂപ്പർക്ക് കൊണ്ട മുടിക്ക് എന്തായാലും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. അപ്പൊ എന്നിട്ട് ചോദിക്ക, റസൂലോ സഹാബത്തോ ലഈഫ ഹദീസ് അമൽ ചെയ്തേക്കണോന്നാ. അപ്പൊ പറച്ചിലേട്ട നമ്മളൊക്കെ ഇപ്പോ ഇനി ഒരു സ്ഥലത്ത് പോയി കുടുങ്ങിയാല് യാ ഇബാദല്ലാഹ് വിളിക്കും എന്നാണ് പറഞ്ഞു പ്രചരിപ്പിച്ചുണ്ടാക്കിയത്. അതേ വിചിന്തനത്തിലാണല്ലോ മാഷവക എഴുത്ത്, യാ ഇബാദല്ലയിൽ ഇബാദാണ് വെട്ടിയിട്ട് യാ അല്ലാഹ്ന്നാക്കിയ പ്രശ്നം തീരൂലേന്നാ. ഇബാദ് വെട്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ഖുറാഫിൽ നിന്ന് പോന്നത്. നമ്മുടെ ആ ഇബാദ് എന്നോ വെട്ടി
വെട്ടേണ്ട ഇബാദത്ത് ഏതാണോ ആ ഇബാദിനെ എന്നോ വെട്ടിയിട്ടാണ് നമ്മളൊക്കെ സുന്നിന്ന് വിട്ടിട്ട് മുജാഹിദ് ആയ തന്നെ. ഇനി ഇവിടെ വെട്ടേണ്ട ഇബാദില്ല, ഉള്ള വെട്ടേണ്ട ഇബാദ് എന്നോ വെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജിന്നിനോട് ചോദിക്കാനോ ജിന്നിനോട് തേടാനോ പ്രാർത്ഥിക്കാനോ ഭൗതികമോ അഭൗതികമോ ഹയ്യും ഹാദും ഖാദിറോ അതിന് ഗായിബോ വൈറ ഖാദിറോ എന്തോ ആവട്ടെ, ജിന്നുമായുള്ള യാതൊരു ഇടപാടിനും ഒരൊറ്റ കുട്ടിയും പോകുന്നില്ല. അങ്ങനത്തെ പ്രശ്നവും ഇവിടെ ഇല്ല. പിന്നെ എന്തിനാ അത് കൊണ്ടുവന്നത്? ഈ ഹദീസ് അമ്പ്യവിലക്കമ വിളിക്കാൻ തെളിവാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് അമ്പ്യവിലക്കമ വിളിക്കാൻ തെളിവല്ല, ഇത് അഭൗതികമായ വിളിയല്ല, ഇതിൽ ദുആ ഇല്ല, അതുകൊണ്ട് ശിർക്കുമില്ല, നിങ്ങൾ ശിർക്ക് തെളിവുമല്ല. ഈ വിളി അഭൗതികമാണെന്ന്, ഈ വിളി പ്രാർത്ഥനയാണെന്ന്, ഈ വിളി ദുആയാണെന്ന് ലോകത്താദ്യമായി വാദിച്ചത് ലോക ഖുറാഫികളാണ്. ഒരാവശ്യം ഈ വിളി അഭൗതികമായി കിട്ടല. യാ ഇബാദല്ലാഹ് എന്ന വിളി അഭൗതികമാണ് തെളിഞ്ഞു കിട്ടിയാൽ ഒരു രക്ഷപ്പെട്ടു. അപ്പൊ എന്തായി? അഭൗതിക വിളി ശിർക്കല്ലാതെ വന്നു. പിന്നുള്ള ഒരേ ഒരു മറുപടി എന്തായിരിക്കും? ഹദീസ് ദഈഫാണല്ലോ എന്നായിരിക്കും. ഇനി ഏതെങ്കിലും മുസ്ലിയാക്കന്മാര് മാഷന്മാരെ പിന്നാലെ കൂടിയിട്ട് അല്ല മാഷ നിങ്ങൾ പറഞ്ഞത് ശരിയല്ലല്ലോ, ഇത് സ്വഹീഹ് തന്നെയാണല്ലോ, ഈ പോത്തിന് ജീവണ്ടല്ലോ, ഇത് തെളിയിച്ചു കൊടുത്താലോ, എന്നാ പിന്നെ വെച്ചോളി ഉസ്താദെ കുർബ എന്ന് മൂപ്പര് പറയേണ്ടി വരും. ഹദീസ് സ്വഹീഹ് ആണെങ്കിൽ ഇസ്തിഗാസ ചെയ്യാം എന്ന് മൂപ്പർക്ക് പറയേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചോ ഇത് സ്വഹീഹാണ് തെളിഞ്ഞാലും ശരി, ഇനി ബുഖാരി മുസ്ലിം ഉണ്ട് ഒരാൾ വാദിച്ചാലും ശരി, മുസ്ലിയാരെ ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ സ്വഹീഹായിട്ടും കാര്യമില്ല, ഇസ്തിഗാസക്ക് തെളിവില്ല, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ന്യായമല്ല എന്ന് നമുക്ക് പറയുകയും ചെയ്യാം. എന്നിട്ട് എന്തെല്ലാം കോപ്രായങ്ങള് ചില മനുഷ്യന്മാർ ഇവിടക്കത് പ്രസംഗിച്ചു പോയിക്ക. ഇപ്പൊ ചില മൂലേമാർ ഇറങ്ങിക്കുന്ന എന്ത് ഭൗതികം പഠിപ്പിക്കാൻ. അതെ, ഭൗതികം പഴപ്പിക്കാൻ വേറെ ചില മൂലേമാർ ഇറങ്ങുമ്പോ ഇപ്പുറത്തെ മൂലേമാർ ഇറങ്ങേണ്ടി വരും, അല്ലാതെ മാർഗമൊന്നുമില്ല. അല്ലാതെ അതിനപ്പുറം റബ്ബല്ലാത്തവരോട് തേട്ടമെന്നത് ഒരു മുജാഹിദിനെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും ആവില്ല. ലോകത്ത് ഈ ഹദീസ് ചർച്ച ചെയ്ത ഏതൊക്കെ പണ്ഡിതന്മാർ സലഫി ലോകത്തുണ്ടോ അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇതിൽ ദുആ ഇല്ല, ഇതിൽ ശിർക്കില്ല. ഏറ്റവും അവസാനം നമ്മൾ പത്രങ്ങളിൽ വായിച്ചുവല്ലോ, കുവൈത്തിൽ നിന്ന് കത്ത് വന്നു നമ്മുടെ സംഘടനയ്ക്ക് എന്ന്. ഇഹ്യാ തുറാസുൽ ഇസ്ലാമി എന്ന നമ്മുടെ നാട്ടിൽ 500 പള്ളികൾ സ്ഥാപിക്കാൻ സാമ്പത്തികമായി നമ്മെ സഹായിച്ച, ഇടവണ്ണയും പുളിക്കലും നാദാപുരവും അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പ്രധാനമായ സാമ്പത്തിക പങ്കുവഹിച്ച, ധാരാളം പ്രൊജക്ടുകൾ, കോടിക്കണക്കിന് രൂപകളുടെ പദ്ധതികൾ നമുക്ക് തന്ന, നമ്മെ എന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ലോക സലഫി സംഘടന അംഗീകരിച്ച കുവൈത്തിലെ ഇഹ്യാ തുറാസുൽ ഇസ്ലാമി എന്ന ജംഇയ്യ, ആ ജംഇയ്യത്ത് നമ്മുടെ സംഘടനയ്ക്ക് ഔദ്യോഗികമായി കത്ത് തന്നു. എന്താ കത്തിലുള്ളത്? ആ കത്തിന് മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നാം പത്രത്തിലൂടെ വായിച്ചു. ആ കൂട്ടത്തില് ആ കത്തിൽ ഇഹ്യാ തുറാസുൽ ഇസ്ലാമി എഴുതി, അമ്മാ മസ്ലത്തുൽ ഹദീസ് യാ ഇബാദല്ലാഹ് അഈനൂനി, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസിന്റെ പ്രശ്നം ഫഖിദൽ ഫരീഖാനി മുത്തഫിഖാനി അലാ ദഅഫിഹി വഅദമി ജവാസിൽ അമലി ബിഹി. ഇവിടെ രണ്ടഭിപ്രായമുള്ള ഈ രണ്ട് വിഭാഗം ആളുകളും സമ്മതിക്കുന്നുവല്ലോ ഇത് ദഈഫാണെന്നും ഇത് പ്രകാരം അമൽ ചെയ്യാൻ പാടില്ലെന്നും സമ്മതിക്കുന്നുവല്ലോ. വഇന്നമ ഇഖ്തലഫൂ ഫീ തഫ്സീരിഹി, ഇനിയുള്ള അഭിപ്രായ വ്യത്യാസം ഇതിന്റെ വ്യാഖ്യാനത്തിൽ മാത്രമാണ്. ദഈഫാന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്, പ്രാവർത്തികമാക്കാൻ പാടില്ലെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞ അള്ളാന്റെ അടിമകൾ എന്നത് ആര്? അവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് നിങ്ങൾക്കിടയിൽ. നമുക്ക് എഴുതി കത്താം. എന്നിട്ട് പറയാ ഫൽ ഖിലാഫു, എന്താ അഭിപ്രായ വ്യത്യാസം? അൽ മഖ്സൂദു ബിഇബാദില്ലാഹ്, ഇവിടെ പറഞ്ഞ ഇബാദുല്ലാഹ് അള്ളാന്റെ അടിമകൾ എന്നതിന്റെ ഉദ്ദേശം ഹും സ്വാലിഹുൽ ജിന്നി വൽ മലായിക, ഒന്നുകിൽ അവര് സ്വാലിഹായ ജിന്നുകളോ മലക്കുകളോ ഔ ജുന്ദും മിൻ ജുനൂദില്ലാഹ് അല്ലദീന ലാ നറാഹും, അല്ലെങ്കിൽ നാം കാണാത്ത മറ്റു വല്ല റബ്ബിന്റെ സൈന്യങ്ങളോ. ഇതായിരിക്കാം ഉദ്ദേശം. ത്വർഫുൻ യറാ ഹാദാ
തഫ്സീറുൻ ശിർകിയ്യുൻ ബാതിലുൻ വമൻ യഖുൽ ബിഹി ലാ ബുദ്ദ അൻ യുഹ്ജർ. ഇതിന്റെ ഉദ്ദേശം ജിന്നാകാമെന്നോ മലക്കാകാമെന്നോ അല്ലാത്ത സൈന്യങ്ങളാകാമെന്നോ പറയുന്ന വ്യാഖ്യാനം ശിർക്കായ വ്യാഖ്യാനമാണെന്നും ആ വ്യാഖ്യാനം പറഞ്ഞവന് സംഘടനയിൽ മാറ്റി നിർത്തണമെന്നുമാണ് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മറ്റേ കൂട്ടർ അഭിപ്രായപ്പെടുന്നതോ ബിഅന്നഹു തഫ്സീറു അഹ്ലിൽ ഇൽമി ലാ ശിർക ഫീഹി. ഇൽമുള്ള ആളുകൾ അഫ്ദൽ പാസായവർ എന്നല്ല. ചില മനുഷ്യന്മാർ അങ്ങനെ വിചാരിച്ചത് അഫ്ദൽ പാസായ ഇൽമായി. എന്നിട്ടിപ്പോ ചില മുസ്ലിയാക്കന്മാർ ചോദിച്ചു എന്ന് കേട്ടു, നിങ്ങളെ കൂട്ടത്തിൽ ആരാ അഫ്ദൽ പാസായത് എന്ന് പറഞ്ഞേട്ടോന് PG ഏതായാലും ഇല്ല, അഫ്ദലും കൂടി ഇല്ലാത്തവനെ ചോദിക്കണത്. ആവട്ടെ, അപ്പൊ അഫ്ദൽ പാസായവർ എന്നല്ല, മറിച്ച് അഹ്ലുൽ ഇൽമിന്റെ വ്യാഖ്യാനം ഇതാണ്. ലാ ശിർക ഫീഹി, ഇതിൽ ശിർക്കില്ല. ലിഅന്നഹു ലൈസ ഫീഹി ദുആഉൻ, ഇതിൽ ദുആ ഇല്ല എന്നാണ് ഒരു കക്ഷിയുടെ വാദം. ഇതിൽ ദുആ ഇല്ല, അതുകൊണ്ട് ശിർക്കില്ല, ഇത് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനം തന്നെയാണ് എന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. മറ്റേ കൂട്ടരോ ശിർക്കാണെന്നും വാദിക്കുന്നു. അതുകൊണ്ട് വറാജിഹു, ഇതിലെ പ്രബലാഭിപ്രായം വല്ലാഹു അഅലം അൽ മുറാദു ബിഇബാദില്ലാഹ്, പ്രബലാഭിപ്രായം ഇവിടെ പറഞ്ഞ അള്ളാന്റെ അടിമകൾ എന്നതിന്റെ ഉദ്ദേശം ഖദ് യകൂനു മിൻ സ്വാലിഹി അൽ ജിന്നി, ഒരുപക്ഷേ സ്വാലിഹായ ജിന്നുകളായിരിക്കാം, അവിൽ മലായികതി, അല്ലെങ്കിൽ മലക്കുകളായിരിക്കാം, ഔ ജുന്ദും മിൻ ജുനൂദില്ലാഹ്, അതുമല്ലെങ്കിൽ അള്ളാന്റെ സൈന്യങ്ങളിൽപ്പെട്ട വല്ല സൈന്യങ്ങളുമായിരിക്കാം, അല്ലദീന ലാ നറാഹും, നാം കാണാത്തവരായ. എന്തായിരുന്നാലും ശരി, വൽ ഹദീസു ലാ ശിർക ഫീഹി, ഈ ഹദീസിൽ ശിർക്കില്ല, ഈ ഹദീസിൽ ശിർക്കില്ല. لأنه من جنس سؤال المخلوق الحي الحاضر القادر فيما يقدر عليه. ഹയ്യും ഹാദിറും ഖാദിറുമായവനോട് അവരെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുക എന്ന ഒരു ചോദ്യം മാത്രമേ ഈ റിപ്പോർട്ടിൽ ഉള്ളൂ. അതുകൊണ്ട് ഇത് ശിർക്കല്ല. وما دام كلاهما متفقان على ضعف الحديث وعدم جواز العمل به الأمر فيه سعى ولا يستلزم منه الفرقة ولا يبنى عليه الولاء والبراء ولا ينبغي فصل من رأى بهذا الرأي من الجماعة أو المنظمة الدعوية. അതുകൊണ്ട് രണ്ടു കൂട്ടരും ലഈഫാണെന്ന് സമ്മതിക്കുകയും പ്രാവർത്തികമാക്കാൻ പാടില്ലെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് ഇതിന്റെ പേരിൽ ഒരാളെയും മാറ്റി നിർത്തുവാനോ ബന്ധം വിച്ഛേദിക്കുവാനോ ദഅ്വാ സംഘടനയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുവാനോ ഒരിക്കലും പാടില്ല. ഇനി വഅമ്മാ മസ്അലത്തുൽ ഇസ്തിആനത്തി ബിൽ ജിന്നി, ജിന്നിനോട് സഹായം തേടുക എന്ന വിഷയം, ഫതർഫുൻ യറാ അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി ശിർകുൻ മുത്ലഖൻ ബിജമീഇ അൻവാഇഹാ. ഒരു കൂട്ടർ പറയുന്നു ജിന്നിനോട് എന്ത് സഹായം ചോദിച്ചാലും എന്ത് തന്നെ പറഞ്ഞാലും അതെല്ലാം ശിർക്ക് തന്നെയാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു. والطرف الآخر يرى أن الاستعانة بالجن منها ما هو شرك ومنها ما هو ليس بشرك. ഒരു കൂട്ടരുടെ വാദമോ ശിർക്കായ വിളിയുണ്ട്, ശിർക്കല്ലാത്ത വിളിയുണ്ട്. എന്നാൽ ലാകിൻ യഹ്റുമു ജമീഉഹാ മിൻ ബാബി സദ്ദിൽ ദരീഅതി ഇല ശിർകി, ശിർക്കിലേക്കുള്ള വഴി, ശിർക്കിലേക്കുള്ള ദരീഅ, ശിർക്കിലേക്കുള്ള വസീല, അത് അടക്കണമെന്ന തത്വപ്രകാരം ഇത് ഹറാമാണ് എന്നാണ് അവര് പറയുന്നത്. ശിർക്കാണെന്ന് പറയുന്നില്ല. മറുകൂട്ടർ പറയുന്നു എല്ലാം ശിർക്ക് തന്നെ. വറാജിഹു വല്ലാഹു അഅലം, ഈ വിഷയത്തിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഫൽ ഉലമാഉ മുത്തഫിഖൂന, പണ്ഡിതന്മാരല്ല, അല്ല, അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാഉൻ, ജിന്നിനോട് സഹായത്തേട്ടം അത് അൻവാഉൻ, വ്യത്യസ്ത ഇനങ്ങളാണ്. മിൻഹാ മാ ഹുവ ശിർകുൻ, ശിർക്കായതുണ്ട്. വമിൻഹാ മാ ഹുവ വസിയത്തുൻ ഇല ശിർകി, ശിർക്കിലേക്കുള്ള വസീല ആയതും ഉണ്ട്. ശിർക്കായതുണ്ട്, ശിർക്കിലേക്കുള്ള വസീല ആയതുമുണ്ട്. വയഹ്റുമു ജമീഉഹാ മിൻ ബാബി സദ്ദിൽ ദരീഅതി ഇല ശിർകി, ശിർക്കിലേക്കുള്ള വഴി അടക്കുക എന്ന തത്വപ്രകാരം അത് ഹറാം തന്നെ എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. ഫൽ ഉലമാഉ മുത്തഫിഖൂന അലാ ഹാദൽ ഖൗലിർ റാജിഹി വലാ ഖിലാഫ ഫീഹി ബൈന അഹ്ലിൽ ഇൽമി, ഈ അഭിപ്രായമാണ് ശരി എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു.
ഇൽമുള്ള ഒരാൾക്കും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇൽമുള്ള ഒരാളും ഈ വിഷയത്തിൽ തർക്കിക്കയില്ല, അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് വകുല്ലുകും മുത്തഫിഖൂന അലാ അദമിൽ ജവാസി വലില്ലാഹിൽ ഹംദ്, ജായിസാണെന്ന് നിങ്ങളിൽ ആർക്കും വാദമില്ലല്ലോ, ഒരാളും വാദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഫലാ യഹ്താജു ഇലാ തഅമ്മുഖി ഫിൽ മസ്അല, ഈ വിഷയം ആഴത്തിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. വഅൻ യകുന സബബൻ ലിൽ ഫിർഖത്തി വൽ അദാവത്തിൽ ബഗ്ലാഇ ബൈന ദുആതി والقياديين لندوة المجاهدين وجمعية العلماء بكيرلا لأن الخلاف شر. ഇതിന്റെ പേരിൽ ജംഇയത്തുൽ ഉലമയുടെയോ നദ്വത്തുൽ മുജാഹിദീന്റെയോ നേതാക്കൾക്കിടയിലോ പ്രബോധകർക്കിടയിലോ ഒരു അഭിപ്രായ വ്യത്യാസമോ ശത്രുതയോ വിദ്വേഷമോ ഉണ്ടാകാൻ ഒരിക്കലും ഇത് കാരണമായി കൂടാ. ആ വഴിയിലേക്ക് ഇത് കൊണ്ടുപോകാനും പാടില്ല എന്ന് അവർ കത്തെഴുതി അറിയിക്കുന്നു. ശേഷം അവർ 8 നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്യുന്നു. ഈ നിർദ്ദേശം പാലിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നും പ്രതികരണം അറിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കത്തെഴുതി ആർക്കെല്ലാം? ഒന്ന് അബ്ദുള്ള കോയ അൽ മദനി, അബ്ദുൽ ഖാദർ സൈനുദ്ദീൻ അൽ ഫാറൂഖി, മുഹിയുദ്ദീൻ മുഹമ്മദ് അൽ ഉമരി, മുഹമ്മദ് മുഹിയുദ്ദീൻ അൽ മദനി ഹഫിളഹുമുല്ലാഹ്. ജംഇയത്തിന്റെയും കെഎൻഎമ്മിന്റെയും സെക്രട്ടറി പ്രസിഡന്റുമാർക്ക് ജംഇയത്തുൽ ഉലമ ഇഹ്യാഉ തുറാസുൽ ഇസ്ലാമി എന്ന ജംഇയ്യ ആ സംഘടന കത്തയച്ചു. അപ്പൊ ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണം എന്തോ അതേ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രബോധകന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ജിന്നിനെ വിളിച്ചു തേടാന്നോ അതിന് കുഴപ്പമില്ലാന്നോ ഒരാളും വാദിച്ചിട്ടില്ല, വാദിക്കുകയുമില്ല, വാദിക്കുന്ന പ്രശ്നവുമില്ല. അത് മനസ്സിലാവാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അതിനപ്പുറം ഒരു ദുർചിന്തകൾ സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടോ എന്നറിയില്ല. ഇത് വെച്ച് നിഴലിനെ വെടിവെച്ച് ആരെല്ലാമോ ജിന്നിനെ വിളിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനാണ് പലരും ശ്രമിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബല്ലാതെ ഒരാൾക്കും അഭൗതികമായി സഹായിക്കാനാവില്ലെന്ന്, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാനാവില്ലെന്ന് കൃത്യമായി പ്രമാണബദ്ധമായി ബോധ്യപ്പെട്ടിരിക്കെ ജിന്നും മലക്കുമൊക്കെ അഭൗതികമാണെന്നും അവരുടെ കഴിവുകൾ അഭൗതികമാണെന്നും അവരുടെ കിട്ടുന്ന സഹായങ്ങളും ഉപദ്രവങ്ങളും അഭൗതികമാണെന്നും അതിനാൽ അവരോടുള്ള ഏതൊരു ചോദ്യവും അഭൗതിക ചോദ്യമാണെന്നും അത് പ്രാർത്ഥന തന്നെയാണെന്നുമുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ശിർക്കിന്റെ വിശ്വാസം. കാരണം അഭൗതികമായി സഹായിക്കാൻ കഴിയുന്നവൻ റബ്ബ് മാത്രം. അതിന് വിഘാതമായി ജിന്നും അഭൗതികം, മലക്കും അഭൗതികം, അവരെ കഴിവും അഭൗതികം, പ്രവർത്തനങ്ങളും അഭൗതികം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന ശർറും അവർ നൽകുന്ന സഹായങ്ങളുമെല്ലാം എവിടെങ്കിലും ആർക്കെങ്കിലും കിട്ടിയെന്ന് വന്നാൽ അതോടുകൂടി അഭൗതികമായി റബ്ബല്ലാത്തവരും സഹായിക്കുമെന്നാവില്ലേ, അഭൗതികമായി റബ്ബല്ലാത്തവരും ദോഷം വരുത്തുമെന്നാവില്ലേ? ആ വിശ്വാസമാണല്ലോ ശിർക്ക്. അമാനി പരിഭാഷ എഴുതാൻ അമാനി മൗലവിയെ സഹായിച്ച പി കെ മൂസ മൗലവി അദ്ദേഹം എഴുതുന്നു അപ്പോൾ അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആരെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായിത്തീരുന്നു. അഭൗതികമായി സഹായിക്കാനോ ദോഷം വരുത്താനോ വല്ല പടപ്പിനും കഴിയുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്ക്, ആ വിശ്വാസം തന്നെയാണ് റബ്ബിൽ പങ്കുചേർക്കല് എന്ന് പി കെ മൂസ മൗലവി എഴുതി നമ്മെ പഠിപ്പിച്ചെങ്കിൽ ആ നിലവാരത്തിൽ നാം നിൽക്കണേ, അതിനപ്പുറത്തേക്ക് പോകല്ല എന്ന് സ്നേഹബുദ്ധ്യ ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷം ഇതിന്റെ ബാക്കിയായി ബഹുമാന്യനായ ഹുസൈൻ സലഫി നമ്മോട് വിശദമായി സംസാരിക്കും. നമസ്കാരം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ സമ്മേളന നഗരിയിലേക്ക് തിരിച്ചെത്തണേ എന്ന ഉപദേശത്തോടെ നിർത്തുന്നു. റഹ്മാനായ നാഥൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ,
നമസ്കാരത്തിന് ഈ സ്റ്റേഡിയത്തിന്റെ ഇടതുഭാഗത്ത് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. വുളു ചെയ്യുന്നതിനുള്ള സൗകര്യം ഈ സ്റ്റേഡിയത്തിന്റെ പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. നമസ്കരിക്കാനുള്ള സൗകര്യം ഈ സ്റ്റേഡിയത്തിന്റെ ഇടതുഭാഗത്തുമാണ്.